ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതാ നമ്മൾ ഞായറാഴ്ച ദിവസം രാവിലെയൊക്കെ എടുത്ത ഒരു വീഡിയോ ആണ് കേട്ടോ. ഇതിപ്പോൾ ഒരു 7:30 ആയിട്ടുണ്ട്. ആ ഒരു സമയത്താണ് നമ്മൾ ഈ വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങിയത്, ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ അതാ ഞാൻ തൊടിയിൽ നോക്കിയപ്പോൾ ഒരു വാഴ ഇങ്ങനെ മറിഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു. തലേദിവസം തന്നെ കേട്ടോ. ഇവിടെ നല്ല കാറ്റുള്ള സമയമാണ്, ഇപ്പോൾ കാറ്റ് കാലം ആയതുകൊണ്ട് തന്നെ വാഴ ഇങ്ങനെ പതിവാണ് കേട്ടോ, പൊട്ടി വീഴലൊക്കെ. അപ്പോൾ അതിൻ്റെ വാഴൻ്റെ അടുത്ത് പോയപ്പോൾ അവിടെ നിറയെ വാഴയിലയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ വാഴയില വെച്ചിട്ട് ഇപ്പോൾ എന്താ പരിപാടി എന്ന് ചോദിച്ചാൽ, അപ്പോൾ വാഴയില കൊണ്ടങ്ങനെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്നിപ്പോൾ രാവിലെ കഴിക്കാനായിട്ട് ഇടിയപ്പം, നമ്മുടെ നൂൽപുട്ടുണ്ടല്ലോ, അത് ഉണ്ടാക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നൂൽപുട്ട് ഉണ്ടാക്കുന്നത് ഞാനിങ്ങനെ വാഴയിലയൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കണമെന്ന് അറിയാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ ഞാനിത് ആ വാഴൻ്റെ ചോട്ടിൽ പോയി കുറച്ച് വാഴയിലയൊക്കെ അങ്ങോട്ട് പൊട്ടിച്ചിട്ട് വന്നത്. അപ്പോൾ എന്തായാലും ഇതാ നല്ല കാറ്റൊക്കെ ഉണ്ട്. തുണികളൊക്കെ വൈകുന്നേരം വർക്കൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് എപ്പോഴും കഴുകിയിട്ട് നേരം വെളുക്കുമ്പോഴേക്കും തുണിയൊക്കെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. വെയിൽ കൊണ്ടില്ലെങ്കിലും നല്ല കാറ്റ് കൊണ്ട് നല്ല ഉഷാറായിട്ട് ഉണങ്ങി കിട്ടും. അപ്പോൾ ഞാനിതാ എന്തായാലും നമ്മുടെ വാഴയിലയൊക്കെ പറിച്ച് കഴുകിയിട്ട് ഇതാ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നൂൽപുട്ടിനുള്ള മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടാണ് ഞാൻ വാഴയില പൊട്ടിക്കാനായിട്ട് പോയത്. അപ്പോൾ ഇന്നിപ്പോൾ മക്കൾ വരും, കുട്ടികളിൽ നിന്നിപ്പോൾ കൂട്ടിയിട്ട് വരണം. ഏട്ടനപ്പോൾ എന്തായാലും പോയിട്ട് വിളിച്ചിട്ട് വരും കേട്ടോ. പിന്നെ വന്നിട്ട് എന്താണ്, നാളെ സ്കൂൾ തുറക്കാണല്ലോ, അപ്പോൾ എന്തായാലും പിള്ളേരിന്ന് വരും. അപ്പോൾ രാവിലെ ഇന്നിപ്പോൾ കഴിക്കാനായിട്ട് നൂൽപുട്ടും ഇഷ്ടു കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഉച്ചയ്ക്ക് ചോറൊന്നും ഉണ്ടാക്കില്ല. ഇന്നിപ്പോൾ ഇവിടെ അടുത്തൊരു ഫങ്ഷനും ഉണ്ട്. അപ്പോൾ ഏട്ടൻ പിന്നെ ഫങ്ഷനും പോയി, മക്കളിനെയൊക്കെ വിളിച്ചിട്ട് വന്നിട്ട് അങ്ങനെ ഫങ്ഷനും പോവും. പിന്നെ ഉച്ചയ്ക്ക് ഭക്ഷണമൊന്നും എനിക്കും പിന്നെ കൊണ്ടുപോകാൻ നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഞാൻ രാവിലെ ഉണ്ടാക്കിയ ഇടിയപ്പം തന്നെയാണ് കേട്ടോ കൊണ്ടുപോകണം. അപ്പോൾ ഇന്നിപ്പോൾ നമ്മളിതാ ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് ആദ്യത്തെ തട്ടിൽ പിഴിയുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. രണ്ടാമത്തേതാകുമ്പോഴേക്കും പൊടി നന്നായിട്ട് ചലിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ എപ്പോഴും സാധാരണ ചലിക്കാറില്ല, പക്ഷേ ഇന്നിപ്പോൾ ഇത്തിരി ഒരു തരിതരിപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പൊടിയിൽ. അതായത് നന്നായിട്ട് പൊടിച്ചിട്ടില്ല. ഒരു പുട്ടിൻ്റെ പൊടിയിലൊക്കെ ഒരു തരിതരിപ്പ് കാണുമല്ലോ, അതുപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ടൊരു അടഞ്ഞൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എങ്ങനെയൊക്കെ ആ പുട്ടൊക്കെ പുഴിഞ്ഞ് അങ്ങനെ അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. പിന്നെ അത് അവിടെ ഏട്ടൻ രാവിലെ തന്നെ നമ്മുടെ ഈ ഒരു ഭാഗത്ത് എന്താണ് കാവത്തുണ്ടല്ലോ, അത് കണ്ടപ്പോൾ കളക്കുകയാണ് കേട്ടോ. ഒരു ചെടി ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കളച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആളിതാ കാവത്തൊക്കെ കളക്കുകയാണ്. അപ്പോൾ വലുതായിട്ടൊന്നുമില്ല, ചെറിയൊരു കാവത്തിട്ടത്, മൂച്ചിക്കാവത്ത് എന്താണ്, അത്ര വലിയ ഇതൊന്നുമില്ല. പക്ഷെ പാല് പോലത്തെ കാവത്താണ്, നല്ല ടേസ്റ്റ്. അതിപ്പോൾ നമ്മുടെ കഴിഞ്ഞ വർഷം കളച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് അപ്പുറത്തുണ്ട് കേട്ടോ. അത് എന്തായാലും സമയം കിട്ടുമ്പോൾ കളയ്ക്കണം. ഇതിപ്പോൾ വലിയ കാര്യമായിട്ടുള്ളൊരു കാവത്തൊന്നുമല്ല. അപ്പോൾ എന്തായാലും ഏട്ടാ അത് കണ്ടപ്പോൾ കളച്ച് വെച്ചാണ് കേട്ടോ. അങ്ങനെ രാവിലെ അടുക്കളപ്പണിയൊക്കെ ഒരുക്കിയിട്ട് എന്നെ കൊണ്ട് ക്ലാസ്സിലാക്കി വിട്ടിട്ടാണ് കേട്ടോ ഏട്ടൻ പിള്ളേരിനെ വിളിക്കാൻ പോണത്. പിള്ളേർ വീട്ടിൽ പോയതായിരുന്നു. പിന്നെ അങ്ങനെ വീട്ടിൽ നിന്ന് ചേച്ചിൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ചേച്ചിൻ്റെ വീട്ടിൽ പോയിട്ട് വിളിച്ചിട്ട് വരാനായിട്ട് പോവാണ് കേട്ടോ. അങ്ങനെ എന്നെ വീട്ടിൽ കൊണ്ടാക്കി. പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ആയപ്പോൾ ഗിഫ്റ്റൊക്കെ വാങ്ങിക്കാനായിട്ട് പോയതാണ് കേട്ടോ. നമ്മൾ എന്താണ് ഇന്നിപ്പോൾ ക്ലാസ്സിൽ ഞങ്ങൾ ക്രിസ്മസ് ന്യൂ ഇയറും ഒരുമിച്ച് അങ്ങോട്ട് ആഘോഷിക്കാനായിട്ട് പോവാണ് കേട്ടോ. കാര്യമായിട്ടുള്ളതൊന്നുമില്ല, എന്നാലും ഒരു കേക്കൊക്കെ വാങ്ങിച്ച് മുറിച്ച് ക്രിസ്മസ് ഫ്രണ്ടൊക്കെ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗിഫ്റ്റൊക്കെ കൊടുക്കുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ക്ലാസ്സൊക്കെ കഴിഞ്ഞ് പിന്നെ ഉച്ചയായപ്പോഴാണ് കേട്ടോ ഞങ്ങൾ കേക്കൊക്കെ മേടിച്ചിട്ട് വന്ന് കേക്കൊക്കെ മുറിച്ച് അങ്ങനെ നമ്മളിതാ ആഘോഷിക്കുകയാണ്. ക്രിസ്മസ് കഴിഞ്ഞിട്ടാണ്, ക്രിസ്മസും കഴിഞ്ഞു, ന്യൂ ഇയർ വരുന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും രണ്ടും ഒരുമിച്ച് അങ്ങോട്ട് ആഘോഷിക്കണം. അപ്പോൾ പറ്റണവരൊക്കെ നമ്മുടെ ക്രിസ്മസിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. വൈറ്റും റെഡും ആയിട്ടാണ് വന്നത് ഞങ്ങളെല്ലാവരും. അപ്പോൾ ഞങ്ങളെല്ലാവരും കുറച്ച് പേരേ ഉള്ളൂ കേട്ടോ, ഒരുപാട് പേരൊന്നുമില്ല. ക്ലാസ്സിൽ ഇത്രയും പേരല്ല, കൂടുതലുണ്ട്. പക്ഷെ ഇന്നിപ്പോൾ നല്ല മുഹൂർത്തമുള്ള ദിവസമായതുകൊണ്ട് കുറേ പേര് ലീവാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് പേരുള്ളവർ ക്രിസ്മസ് ആഘോഷിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവരും മുറിച്ച് കഴിക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെയാണ് ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുത്ത് അങ്ങനെ
നമ്മൾ ഗിഫ്റ്റൊക്കെ കൈമാറിയത്. പിന്നെ നമ്മൾ സാറിനും നമ്മുടെ കോർഡിനേറ്റർ ചേച്ചിക്കും ഒക്കെ ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഫുഡൊന്നും അങ്ങനെ ഓർഡർ ഒരു കേക്ക് മുറി മാത്രമേ ഉള്ളൂ കേട്ടോ. അതിൽ അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഞങ്ങൾ കേക്കൊക്കെ മുറിച്ച് ഞങ്ങളത് ആ ഫോട്ടോസൊക്കെ എടുത്ത് നല്ല അടിപൊളിയായിട്ട് നല്ല എന്താ പറയുക നല്ല രസമാണ് അല്ലേ. നമ്മൾ ഇതുപോലെയൊക്കെ ഫ്രണ്ട്സിൻ്റെ ഒപ്പമൊക്കെ നല്ല എന്താ പറയുക ആഴ്ചയിൽ ഒരു ദിവസം ക്ലാസ്സിന് പോകുന്നത് തന്നെ ഇതുപോലെ കുറേ നേരം ഇങ്ങനെ എൻജോയ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എന്താ പറയുക നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ഇങ്ങനെ പോയിട്ട് എല്ലാവരും അതിനെ കണ്ട് സംസാരിച്ച് അതൊരു എൻജോയ്മെൻ്റ് അല്ലേ. പഠിപ്പും വേണം അതിൻ്റെ ഒപ്പം എന്താ പറയുക ഇങ്ങനെ കളിയും ചിരിയൊക്കെ ആയിട്ട് അങ്ങനെ പോവുക. അപ്പോൾ എന്തായാലും ഇതാ ക്രിസ്മസ് ഫ്രണ്ടിനെയൊക്കെ തിരഞ്ഞെടുത്ത് ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് അവൻ്റെ മുഖത്ത് ഭാവം കാണുമ്പോൾ കണ്ടല്ലേ ഇതിനകത്ത് എന്താണാവോ വലുതായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ആൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗിഫ്റ്റിൻ്റെ വലിപ്പം ഒന്നും നോക്കിയിട്ടല്ലല്ലോ നമ്മുടെ കൂട്ടുകാർ മനസ്സറിഞ്ഞ് എന്താണോ അതല്ല അത് സ്വീകരിക്കുക. അപ്പോൾ എത്ര വലുതായാലും ചെറുതായാലും ഒരു പ്രോബ്ലവും ഇല്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങളിതാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഗിഫ്റ്റൊക്കെ കൈമാറുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ എന്താണ് +1 അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കേക്കൊക്കെ മുറിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ +2 ആയപ്പോൾ എന്താ ക്രിസ്മസ് ഫ്രണ്ടിനൊക്കെ തിരഞ്ഞെടുത്തു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ എന്താണ് കുറേ പേര് ഇപ്പോഴും നമ്മുടെ ചാനലിൽ പുതിയതായിട്ട് വീഡിയോസൊക്കെ കാണാൻ വരുന്ന ചേച്ചിമാരും അല്ലെങ്കിൽ അനിയത്തിമാരൊക്കെ ചോദിക്കുന്നുണ്ട്, ചേച്ചി എന്താ പഠിക്കാൻ പോണ്, എന്ത് ക്ലാസ്സിനാണ് പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേരിങ്ങനെ വരുന്നവരൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ വരുന്നത് എന്താ നമ്മളെ തുല്യതയുണ്ടല്ലോ അതിനാണ് കേട്ടോ. തുല്യത ക്ലാസ്സിനാണ് വരുന്നത്. ഞാൻ നേരത്തെ 10th വരെ പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഒരാഗ്രഹം തോന്നി, മക്കളൊക്കെ കുറച്ച് വലുതായല്ലോ. അപ്പോൾ എന്തായാലും നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുകയല്ലേ, അപ്പോൾ എന്തായാലും പഠിച്ച് കളയാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ളത് കൊണ്ട് എന്തായാലും നമുക്ക് പഠിക്കാം എന്നുള്ളൊരു തീരുമാനം ഇപ്പം ഇത്തിരി വൈകിയാണെങ്കിലും തലയിൽ ഉദിച്ചതിട്ട. അപ്പോൾ എന്തായാലും ഞാൻ +1 കഴിഞ്ഞു. ഇനിയിപ്പോൾ +2 കൂടെ 2-3 മാസം ഉണ്ട്. അതും കൂടെ കഴിഞ്ഞ് നമ്മുടെ +1 +2 പൂർത്തിയാകും. അപ്പോൾ എന്തായാലും ഇതാ ഞാൻ ഗിഫ്റ്റൊക്കെ വാങ്ങിക്കാനായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട്. ഗിഫ്റ്റ് അങ്ങോട്ടും കൊടുത്ത് ഇങ്ങോട്ടും വാങ്ങിച്ച് ഇങ്ങനെ സന്തോഷത്തോടെ എല്ലാവരും സന്തോഷം പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ ചെറിയ മക്കൾക്ക് മാത്രമല്ല നമ്മൾ ക്രിസ്മസ് ഫ്രണ്ട് തിരഞ്ഞെടുക്കുക അങ്ങനെയൊന്നും അല്ലേ. നമ്മളിപ്പോൾ കുറച്ച് പ്രായമായാലും നമുക്കിതൊക്കെ ഒരു സന്തോഷമല്ലേ. ഞാനൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു ക്രിസ്മസ് ഫ്രണ്ടിനെയൊക്കെ തിരഞ്ഞെടുക്കുക. അങ്ങനെയുള്ള ഒരു ഇതിലൊക്കെ ഇതാണ്. പക്ഷേ നമ്മൾ ആ സമയത്ത് ഞാൻ പഠിക്കുന്ന സമയത്തൊന്നും അങ്ങനെ അങ്ങോട്ട് ഇതൊന്നുമില്ല കേട്ടോ. ക്രിസ്മസ് ഫ്രണ്ട്, ന്യൂ ഇയർ ഫ്രണ്ട് അങ്ങനെ വലുതായിട്ടൊന്നും കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് ഞങ്ങളുടെ ആ ഒരു ഇതൊക്കെ കഴിഞ്ഞ് കുറേയൊക്കെ ആയപ്പോഴാണ് ഇങ്ങനെ ഒരു പരിപാടിയൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാ ഞങ്ങൾ ക്രിസ്മസ് ഫ്രണ്ടിനൊക്കെ തിരഞ്ഞെടുത്ത് അതിന് ശേഷം ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ട് പിന്നെ നമ്മളിതാ പുറത്തുനിന്ന് കഴിക്കാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ വന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ഇടിയപ്പമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ, നൂൽപ്പുട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ കുറേ പേര് ഭക്ഷണമൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്ക് പുറത്ത് പോകാമെന്നും പറഞ്ഞ് അങ്ങനെ പുറത്ത് വന്നതാ ബിരിയാണി കഴിക്കാൻ. അപ്പോൾ എന്തായാലും ക്രിസ്മസൊക്കെ അല്ലേ, ആഘോഷമല്ലേ, അപ്പോൾ ഒന്ന് ബിരിയാണിയിൽ പിടിക്കാമെന്ന് വിചാരിച്ചു. ഇന്നിപ്പോൾ അതാ ബിരിയാണിയൊക്കെ നമ്മുടെ ചിക്കൻ പീസും മുട്ടയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് കാലമായിട്ട് നമ്മൾ ബിരിയാണി കഴിക്കുമ്പോൾ ഈ ഒരു സാധനം കാണാറില്ല, മുട്ട. പക്ഷേ ഇവിടെ എന്താണെന്നറിയില്ല ഒരു മുട്ടയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ബിരിയാണിയൊക്കെ കഴിച്ചു. പിന്നെ ഞാനൊരു ക്രിസ്മസിൻ്റെ അതായത് മാർഗംകളിയുടെ പാട്ടൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് ആലപിക്കാനായിട്ട് പോവാണ്. പാട്
അപ്പോൾ എന്തായാലും ക്രിസ്മസ് സെലിബ്രേഷൻ ആയിട്ട് നമ്മൾ മാർഗംകളിയിലെ പാട്ടൊക്കെ ഇരിക്കുന്നതൊക്കെ പാടി അതിനുശേഷം പിന്നെ ഞങ്ങൾ റിമിക്സൊക്കെ വെച്ച് എന്തായാലും 2024 എടുത്ത വീഡിയോ 2025 ഇടാനുള്ളൊരു സമയം കിട്ടിയത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ വർഷം ഈ 2025 നന്മകൾ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്തായാലും നമ്മുടെ ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടവർ ഒന്ന് സപ്പോർട്ട് ചെയ്യാട്ടോ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെയ്ക്ക് എല്ലാവരോടും ടേക്ക് കെയർ ആൻഡ് ബൈ. തുമ്പക്കുടത്തി തുഞ്ചത്താലു ഞാനിടാം ഞാൻ വയ്യാത്ത കുട്ടിയാണ്, എനിക്ക് വേണ്ട.